അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഫർഗാനയിലെ 9th ബേസ് ഹോസ്റ്റലിന്റെ മുന്നിലാണ്. എന്റെ കൂടെ ഉള്ളത് തേർഡ് ഇയറിലെ മോളെ പേര് പറഞ്ഞു ആദൃശ്യ. എവിടെ നമ്മളെ വരുന്നത്? ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രത്ത് എവിടെ വരുന്ന സ്ഥലം? കാട്ടാക്കടയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് മോളെ ഫർഗാനയിൽ വന്നിട്ട് ഈ 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്? 3 വർഷത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സേഫ് കൺട്രി ആണ്. നമുക്ക് ഇപ്പോൾ ആർക്കായാലും ഗേൾസിനായാലും ബോയ്സിനായാലും നല്ലൊരു സേഫ് കൺട്രി. ഇപ്പൊ നമുക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയി വരാം. ലോക്കൽസ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഓക്കെ. ഇവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റി ഒക്കെ എങ്ങനെയാണ് മോളെ? ഇംഗ്ലീഷിലാണ് എല്ലാവരും. ഉസ്ബെക് ടീച്ചേഴ്സും ഉണ്ട്, ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട്, മലയാളി സാറുണ്ട്, എല്ലാവരും ഉണ്ട്. ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കണം. അതുകൊണ്ട് ലാംഗ്വേജ് ബാരിയർ വരുന്നില്ല, ഒന്നും പ്രശ്നമില്ല. ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസാ വരുന്നത്? 16 സ്റ്റുഡൻസ് ആണ് വരുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ഇൻഡിവിജ്വൽ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സിന് പറ്റും. നല്ലൊരു ഇതാണ്. 16 സ്റ്റുഡൻസ് ആണ്. എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ട് ടീച്ചേഴ്സിനെ അറിയാം. ഇപ്പോ എക്സാംസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? എക്സാംസ് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ 3rd ഇയർ ആയതുകൊണ്ട് സൈക്കിൾസ് ആണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ 10-15 ഡേയ്സ് ആയിരിക്കും ഒരു സബ്ജക്റ്റിന്റെ ക്ലാസ്. അത് കഴിയുമ്പോൾ ഡെയിലി വൈവേണ്ട്, ലാസ്റ്റ് ഫൈനൽ വൈവേണ്ട്, പിന്നെ സെം എക്സാം MCQ ആയിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് എക്സാംസിന്റെ കാര്യമായാലും? ഇപ്പൊ നോർമലി സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാസ് ആകുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. എങ്ങനെയായിരുന്നു മോക്ക് ഇവിടെ വന്ന സമയമൊക്കെ? വന്നപ്പോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഒരു ഹോംലി ഗേൾ ആയിരുന്നു. അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഫ്രണ്ട്സിനെ കിട്ടി, ടീച്ചേഴ്സ് ആയപ്പോഴത്തേക്കും എനിക്ക് കംഫർട്ടായി. അപ്പൊ ഇപ്പൊ പഠിക്കാനും ഒരു എല്ലാം കംഫർട്ടബിൾ ആണ്. ഓക്കെ. ഇവിടെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? ഇപ്പം നോർമലി സ്റ്റുഡൻസ് ഒരു 90% സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് എങ്ങനെയാ പുറത്ത് വരുമ്പോൾ സെലിബ്രേഷൻസ് ഉണ്ടോ അതോ അവിടുത്തെ മാത്രമാണോ ഉള്ളത്? അതേപോലെ തന്നെ ആർട്സ് കോമ്പറ്റീഷൻ ലെവൽ, ഇപ്പൊ സ്പോർട്സ് ആയാലും ആർട്സ് എല്ലാം ഉണ്ടോ? എങ്ങനെയാ വരുന്നത്? എല്ലാം ഉണ്ട്. ഉസ്ബെക്കിസ്ഥാൻ പ്രോഗ്രാം ആയിക്കോട്ടെ, ഇന്ത്യൻ പ്രോഗ്രാം ആയിക്കോട്ടെ, എല്ലാ സ്റ്റേറ്റിന്റെതും ഉണ്ട്. ഹോളി, പൊങ്കൽ, ക്രിസ്മസ്, ഓണം എല്ലാം ഉണ്ട്. ഇപ്പൊ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കോളേജ് ഡേ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ? കോളേജ് ഡേ ഫംഗ്ഷൻ ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഒരു കോമ്പറ്റീഷൻ ആയിട്ട്. എല്ലാരും എക്സൈറ്റഡ് ആണ്. ഓക്കെ. ഇപ്പൊ ഫുള്ളി നിങ്ങൾ ഹാപ്പിയാണല്ലേ? ഹാപ്പിയാണ്. ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ് മോളെ? ഇപ്പൊ നോർമലി സ്റ്റുഡൻസ് ചോദിക്കാറുള്ളത് കോളേജിന് പുറത്താണോ ഹോസ്റ്റൽ അതോ ഇൻസൈഡ്? ഇപ്പൊ ഉസ്ബെക്കില് എനിക്ക് തോന്നുന്നു ബാക്കി കോളേജുകളിലെല്ലാം ഔട്ട്സൈഡ് ആണ് ഹോസ്റ്റൽ. ഫർഗാനെ മാത്രമാണെന്ന് തോന്നുന്നു ഇൻസൈഡ് ഹോസ്റ്റൽ വരുന്നത്. എങ്ങനെയാ മോളെ വരുന്നത്? ഇത് ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് കോളേജും ഹോസ്റ്റലും. അപ്പൊ കുട്ടികൾക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മെസ്സൊക്കെ എങ്ങനെയാ വരുന്നത്? ഫുഡിന്റെ കാര്യം? ഇന്ത്യൻ മെസ്സാണ്. നല്ല ഫുഡൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോ നല്ലൊരു റിവ്യൂ തന്നു. അപ്പൊ ഇവിടെ 100% നിങ്ങൾ കംഫർട്ടബിൾ ആണ്. അപ്പൊ നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.